ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനൊരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ സിംഗിൾ റിവ്യൂ ചെയ്യുന്ന വളരെ കുറവാണ്, പക്ഷെ എനിക്ക് ഈ പ്രോഡക്റ്റിന്റെ ചെയ്യണം തോന്നി. ഈ പ്രോഡക്റ്റ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ടിർ എന്നാണ് വായിക്കുക, എങ്ങനെയാണോ അതിന്റെ കുഷൻ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി. ഇത് സ്പോൺസർ വീഡിയോ അല്ല, ഞാൻ പൈസ കൊടുത്ത് തന്നെ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഗിഫ്റ്റ് ആയിട്ട് പോലും അയച്ചിട്ടുള്ള പ്രോഡക്റ്റ് അല്ല ഇത്. ഞാൻ ടിറ ആപ്പ് എന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഇതിപ്പോ നൈക്കയിലും ടിറയിലും അവൈലബിൾ ആ, പക്ഷെ നൈക്കയിൽ എല്ലാ ഷെയ്ഡ്സും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ടിറയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഫസ്റ്റ് ടൈം ആട്ടോ ടിറയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. കുറച്ച് ഡെലിവറി ടൈം കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാ. പ്രോഡക്റ്റ് ഇങ്ങനെ ഡാമേജ് ആയിട്ടോ ഇല്ലെങ്കിൽ പാക്കേജിങ് മോശമായിട്ടോ ഒന്നും അല്ല വന്നത്, നല്ല കണ്ടീഷനിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇനി കൂടുതൽ ടിറയിൽ മേടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി മേടിക്കുമ്പോഴേക്ക് നമുക്ക് നൈക്ക മാത്രം വരുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ആമസോണിൽ നിന്നൊക്കെ ബ്യൂട്ടി പ്രോഡക്ട്സ് മേടിച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ ഇങ്ങനത്തെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഡാമേജ്ഡ് ആയിട്ടൊക്കെ വരും. അപ്പം അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവണോണ്ട് ഞാൻ മിക്കപ്പോഴും നൈക്കയിൽ തന്നെയാണ് മേടിക്കാറുള്ളത്. ഇതിപ്പോൾ പുതിയൊരു ആപ്പ് കൂടി കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മിനി സൈസിലുള്ളതാണ് ഞാൻ എടുത്തത്, കാരണം എനിക്ക് എൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഷെയ്ഡ് ട്രൈ ചെയ്യാൻ കൂടി വേണ്ടിയിട്ട്. ഫുൾ പ്രോഡക്റ്റ് ആകുമ്പോൾ 2000 സംതിങ് ആണ്. ഈ 2000 സംതിങ് ആണ്, പക്ഷെ എന്നാലും മേടിച്ച് ചെറുത് മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറിയതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ ഫോണിലാട്ടോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻ്റെ സ്കിന്നും അതുപോലെ എങ്ങനെയായിരിക്കണത് എന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യണത്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എക്സ്ക്യൂസ് ചെയ്യാൻ, ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യണത് കൊണ്ട് തന്നെ ക്യാമറയിലെ പോലെ ഭംഗിക്ക് ആംഗിൾ വെക്കാൻ പറ്റണില്ല. ഫോണിനകത്ത് എനിക്കൊന്നും വലിയതായിട്ട് ആംഗിൾ വരണേ, ചെറുതായിട്ട് ഞാൻ വെക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റണില്ല. പിന്നെ ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യണം, അതിൻ്റെ കൂടി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം, നമ്മൾ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയാം. എന്തൊരു ക്യൂട്ടായിട്ടുള്ള പാക്കേജിംഗ് ആണ് നോക്കുക. ശരിക്കും ഒരു കോഴിമുട്ട പോലെ ഉണ്ടല്ലേ. പിന്നെ ഞാൻ ഇങ്ങനെ കുഷൻ ഫൗണ്ടേഷൻസ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, കുഷൻ ഫൗണ്ടേഷൻ ട്രൈ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ പാക്കേജിങ് വൈസ് നല്ല സൂപ്പർ ആയിട്ടുള്ള പാക്കേജിങ് ആണ്. നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. നമുക്കുണ്ടെങ്കിൽ പാടാട്ടോ. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാ പ്രോഡക്റ്റ് വരേണ്ടത്. ഒരു ക്യൂട്ട് കുട്ടൂസ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. എനിക്ക് ഈ സാധനം പൊതുവേ എനിക്ക് ഇഷ്ടം കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ പറഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടത്. ഇങ്ങനത്തെ ഈ സാധനം ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. നന്നായിട്ട് ബ്ലെൻഡ് ആവും. സ്കിന്നിൻ്റെ പോഴ്സിനകത്തോട്ട് നമുക്ക് ഈ പ്രോഡക്റ്റിന് ഇങ്ങനെ കയറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കുട്ടി സാധനം എൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇത് ഓൾറെഡി ഞാൻ തുറന്നിട്ടോ. ഞാൻ ഒരു ഷോർട്സ് ഷൂട്ട് ചെയ്തു, കാരണം ഇപ്പോൾ ഷോർട്സിനാണല്ലോ റീച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഷോർട്സ് ഷൂട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടിരിക്കണേ. അപ്പോൾ ഷോർട്സ് ഷൂട്ട് ചെയ്ത് ഇതിങ്ങനെ ഒരു കവർ ഉണ്ടായിരുന്നു, അത് കീറിയിട്ടാണ് ഇങ്ങനെ വരിക. ഇതാണ് കേട്ടോ പ്രോഡക്റ്റ്. നമുക്കിതിങ്ങനെ ഒന്ന് ഡാബ് ചെയ്യാം. എന്നിട്ട് ഇത് ഈ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറില്ല, എൻ്റെ എല്ലാ മേക്കപ്പ് വീഡിയോസും നിങ്ങൾ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴും ഞാൻ പ്രോഡക്റ്റ് എടുത്തിട്ട് ഇപ്പോഴും എന്താ ബ്ലഷ് ഞാൻ കൈയുടെ പുറമെ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ആ ഫേസിൽ അപ്ലൈ ചെയ്യാം. സെയിം ടെക്നിക്ക് തന്നെയാണിത്. ഇത് കൈയിന് പുറമിന് പകരം ഇവിടെ ഒരു കവർ ഉണ്ട്, ഇതിലിങ്ങനെ ഡാബ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫേസിലോട്ട് ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഞാനിത് അപ്ലൈ ചെയ്യണേ, എൻ്റെ ക്ലിപ്പിംഗ് ഇവിടെ കൊടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം എൻ്റെ ഈ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയ കവർ ആവുന്നുണ്ടോ നോക്കാം കേട്ടോ. ഇത് ഞാൻ ഡാർക്കാണെന്ന് വിചാരിച്ചോണ്ടിരുന്നേ നോക്ക്. പക്ഷേ ഇനി നമുക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഷെയ്ഡ് കറക്റ്റ് ആണെന്ന് നോക്കാം. ഈ സ്വാച്ച് ചെയ്യണത് 31N ആണ് കേട്ടോ. ഞാനിങ്ങനെ ഷെയ്ഡ് റെഫറൻസ് എടുക്കണം. മിക്ക വ്ളോഗേഴ്സ് ആ ഒരു ഷെയ്ഡാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അതെനിക്ക് വാമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇത് സ്വാച്ച് ചെയ്യണത് റിച്ച് ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, 30N ഷെയ്ഡ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബ്ലെൻഡായി. ഇത് മാക്കിയാട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇത് നല്ല സൂപ്പറായിട്ട് ബ്ലെൻഡ് ആയിട്ടോ. കറക്റ്റ് ഇങ്ങനെ സ്കിന്നിലൊരു ശകലം അണ്ടർടോൺ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ എല്ലാ ഫൗണ്ടേഷനും ഉണ്ടല്ലോ യെല്ലോ വാം അണ്ടർടോൺ ആ ന്യൂട്രൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇത് ഓക്സിഡൈസ് ആയി കഴിയുമ്പോഴേക്കും ന്യൂട്രൽ ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ രണ്ട് ഷെയ്ഡ് തമ്മിൽ ഡിഫറൻസ് ഡൗട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഫേസിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ 31N എന്ത് പറ്റിയെന്നറിയില്ല,
അത് ഇച്ചിരി ഡാർക്ക് ആവേണ്ടതാണ്, പക്ഷേ എനിക്ക് സ്കിന്നിൽ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇട്ടപ്പോഴേക്കും ഒരു ലൈറ്റായിട്ടിരിക്കണ പോലെയാണ് തോന്നിയത്. ഈ സൈഡിൽ ഞാൻ മാക്കിയാട്ടോ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഫൗണ്ടേഷൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇങ്ങനെ മറഞ്ഞു പോകണം നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഫൗണ്ടേഷനാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നതുകൊണ്ട് ഞങ്ങനെ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മേടിക്കാമെന്ന് ഉദ്ദേശിക്കണവരുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ അണ്ടർ ടോൺ കറക്റ്റ് നോക്കി മേടിക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റിയ ഷെയ്ഡ് എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണേ, ഇത്രയും ഷെയ്ഡ്സ് ഉള്ളത് കൊണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും ഷെയ്ഡ് ഇനി ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അതേ ഫുൾ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫിനിഷ് ഉണ്ടല്ലോ ഒരു ഗ്ലോയി ഫിനിഷാണ്, ഒരു ഇങ്ങനെ മാറ്റല്ല, ഇങ്ങനെ ഒരു തിളക്കമുള്ള പോലെ നമ്മുടെ സ്കിന്ന് ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുന്നു. ഈ കൊറിയൻ പ്രോഡക്ട്സൊക്കെ ഇങ്ങനെ മേക്കപ്പിലൊക്കെ ഭയങ്കര ഇതല്ലേ എന്ന് വെച്ചാൽ ഭയങ്കര സ്കിൻ ലൈക്കായിട്ട് ഞാൻ വിചാരിക്കും എങ്ങനെ ഇവർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റി. എന്നാൽ ഡാർക്ക് സ്പോട്ട്സ് എന്നാൽ കവറേജും ഉണ്ട്, എന്നാൽ ഗ്ലോയിങ്ങും ആണ്. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടെക്സ്ചേർഡ് സ്കിന്നാണ്, എന്നാൽ ആ ടെക്സ്ചറൊക്കെ അത്ര കണ്ടെടുത്ത് അറിയിക്കണില്ല. മാറ്റിൻ്റെ അത്രയും ഉണ്ടെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ഭയങ്കരമായിട്ട് അങ്ങനെ ടെക്സ്ചറൊന്നും എടുത്ത് കാണിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല കേട്ടോ. ഇത് എൻ്റെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് ഞാൻ പ്രൈമറി യൂസ് ചെയ്തിട്ടില്ല, കൺസീലർ യൂസ് ചെയ്തിട്ടില്ല, കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ടില്ല. ബ്ലഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ബ്ലഷ് ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട്, പൗഡർ വെച്ച് സെറ്റും ചെയ്തിട്ടുണ്ട്. അതും നോർമൽ ആയിട്ടുള്ള പൗഡർ, കളർ ചേഞ്ച് ആവുന്ന രീതിയിലുള്ള പൗഡർ ഒന്നും അല്ല, അല്ലാതെ ഉള്ളതാണ് കേട്ടോ. ഈ ഒരു ശരിക്കൊരു നമുക്ക് ഭയങ്കര ഒരു ഡ്രസ്സല്ലേ ലൈറ്റ് വെച്ചേക്കണതിൻ്റെ ഒരു ഇതുണ്ടാവും. അതല്ലാതെ തന്നെ എനിക്ക് എന്തോ ഒരു ഡ്രസ്സ് എന്താ ഒരു അത്യാവശ്യം നല്ലൊരു മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആണ്. എൻ്റെ പിമ്പിൾസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ പോയി. സാധാരണ ഞാൻ ഇങ്ങനെ കൺസീലർ എൻ്റെ സെയിം കളറിലുള്ള ഒരു ഷെയ്ഡ് ഡാർക്ക് ഉള്ള കൺസീലർ വെച്ച് കൺസീൽ ചെയ്തിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇടാറുള്ളത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു വേറെ കളർ എന്താ വെച്ചാൽ ആഷി കളർ ആവണതില്ല, അതും കുറവാണ് തോന്നുന്നു, ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ഫിനിഷ് എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. ബൈ ദ വേ എൻ്റെ ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം കേട്ടോ. ഫസ്റ്റ് 130N റിച്ച് ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്, പിന്നെ ഉണ്ടായിരുന്നത് 33N മാക്കിയാറ്റോ, പിന്നെ 31 ഫ്രഞ്ച് ബീജ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഉണ്ടായിരുന്നത്. ഈ ഫ്രഞ്ച് ബീജ് ഷെയ്ഡ് ഭയങ്കര ലൈറ്റാണ് കേട്ടോ. എനിക്കിത് 31 30നെക്കാട്ടിലും ലൈറ്റാണ് 31. കണ്ടോ, ഇത് ഞാൻ വിചാരിച്ചു എനിക്ക് കറക്റ്റ് ആയിരിക്കുമെന്ന്, പക്ഷേ ഞാൻ നോക്കട്ടെ, ഇത് ഓക്സിഡൈസ് ആവുന്നുണ്ടോ നോക്കട്ടെ. എന്നിട്ട് ഞാൻ കുറേ നോക്കിയതിൽ ഞാൻ ഷെയ്ഡ് മാച്ച് നോക്കാറുള്ള എല്ലാവരും ഈ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് സ്വാച്ചിൽ ഇത് കുറച്ച് ലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഫുൾ ഫേസ് യൂസ് ചെയ്തില്ല. എനിക്കിപ്പോൾ ഇട്ടതിൽ എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഷെയ്ഡാണ് ഈ ഒരു സൈഡ് ഞാൻ ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ലോണം ബ്ലെൻഡ് ആയി പോണ പോലെ തോന്നി. 33N മാക്കിയാട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്, ഇപ്പുറത്ത് 30N റിച്ച് ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഇട്ടപ്പോഴും എനിക്ക് എൻ്റെ അണ്ടർ ടോണിന് കറക്റ്റ് ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കണ്ട, ഈ ഒരു സൈഡ് ഇത്തിരി കൂടെ ഒരു വ്യത്യാസമുണ്ട്, ഈ സൈഡ് ഇത്തിരി ഒരു ഡള്ളെന്നല്ല, ഇത്തിരി കൂടെ ഒരു ഡാർക്കായിട്ടും ഈ ഒരു സൈഡ് ഇച്ചിരി കൂടെ ഒരു ലൈറ്റ് ആയിട്ടും ഇല്ലേ. ലൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ പറയട്ടെ നിങ്ങൾക്ക് ഏത് രണ്ട് സൈഡിൽ ഏതാ ഇഷ്ടമായിരുന്നു. എനിക്ക് ഇപ്പുറ സൈഡാണ് കുറച്ചും കൂടി ഒരു ഫ്രഷ്, അതുപോലെ ഒരു ഡ്രസ്സുള്ള പോലെ ഫീൽ ചെയ്യണം. ഈ ഒരു സൈഡ് എനിക്ക് ഇത്തിരി ഓക്സിഡൈസ് ആയ പോലെ ഇച്ചിരി ഒരു ഡിം ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു സൈഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഏത് സൈഡാണ് ഇഷ്ടമായി എന്നുള്ളത് പറയാം കേട്ടോ. ഇനി എനിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം. ഇതിന്റെ കവറേജ് വന്നിട്ട് ഒരു മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആണ്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ അത്യാവശ്യം ഹൈഡ് ആവുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കാണാൻ പറ്റുന്നത്. അങ്ങനെ എന്നാൽ ഒരു മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആണ്. ഇതിന്റെ കവറേജ് ഉണ്ടല്ലോ ഭയങ്കര രസമുള്ള കവറേജ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വേറൊരു ഫൗണ്ടേഷനും ഇല്ലാത്ത രീതിയിലുള്ള ഒരു രസമുള്ള പോലത്തെ ഒരു കവറേജ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ എനിക്ക് തോന്നണാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കവറേജ് വൈസ് സ്കിന്നിൽ ഇരിക്കണ രീതി, നമുക്കങ്ങനെ ഫേസിൽ ഇങ്ങനെ തൊടുമ്പോഴൊന്നും ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയയിൽ ഇച്ചിരി ഒരു ഹെവിനെസ് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാതുള്ള വശങ്ങളിൽ അങ്ങനെ ഒരു ഓയിലി ആയിട്ടോ ഹെവി ആയിട്ടോ ഫീൽ ചെയ്യുന്നില്ല. ഒരു ഗ്ലോയി, ഒരു ഹെൽത്തി സ്കിൻ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ഫിനിഷ്, ഒരു മാറ്റ് ഫിനിഷ് അല്ല, ഒരു ഇച്ചിരി ഗ്ലോ പ്ലസ് മാറ്റ്
അങ്ങനത്തെ ഒരു ഫിനിഷാണ് കേട്ടോ. ഫുള്ളി മാറ്റ് ആയിട്ടുള്ള ഫിനിഷ് അല്ല ഇതിന് വരണത്. ഒരു സ്കിൻ ലൈക്ക് അങ്ങനത്തെ ഒരു സ്കിന്ന് പോലെ തോന്നണ പോലത്തെ ഒരു ഫിനിഷാണ് ഈ ഒരു ഫൗണ്ടേഷന് വരണത്. പിന്നെ നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷനകത്ത് ഇഷ്ടം പോലെ ഷെയ്ഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 30 ഷെയ്ഡ് എന്തോ ഉണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട്. എന്തായാലും നിങ്ങളുടെ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ളത് കിട്ടും. പക്ഷേ അണ്ടർടോൺ ആണ് പ്രശ്നം. ഞാൻ ഈ എടുത്തതെല്ലാം തന്നെ ന്യൂട്രൽ അണ്ടർടോണായി. എനിക്ക് ഇച്ചിരി ന്യൂട്രൽ ആയതുകൊണ്ട് പക്ഷേ എനിക്ക് ഇപ്പം തോന്നുന്നു എനിക്ക് ഇത്തിരി വാം എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പം നിങ്ങളുടെ ഷെയ്ഡ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കി കണ്ടുപിടിക്കാം. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഈ 2 ഷെയ്ഡിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ്. എനിക്ക് സ്കിന്നിൽ അതിരിക്കണ രീതിയൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് എനിക്ക് മാച്ച് ആവണ പോലെ തോന്നിയെന്ന് പറയണം കേട്ടോ. എനിക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഈ സൈഡും എൻ്റെ ഇവിടെ ആയിട്ട് അത്യാവശ്യം മെച്ചിട്ടുന്നല്ലേ. സാധാരണ ഉള്ള ഫൗണ്ടേഷനെക്കാട്ടിലും ഇത് എനിക്ക് തോന്നുന്നു ഇത് കണ്ട് ഇത്തിരി ഒരു ഡള്ളായിട്ടുള്ള പോലെ ഫീൽ ചെയ്യണല്ലേ. കറക്റ്റ് ഇതാണോ മാച്ച് ഇതാണോ എനിക്കറിയണില്ല. എനിക്ക് ഈ സൈഡാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഈ സൈഡ് എനിക്ക് കുറച്ചൊരു ഡിമ്മായിട്ടും എൻ്റെ ഈ വശത്ത് കുറച്ച് ആഷിനെസ് കൂടുതലുള്ള പോലെയും തോന്നണില്ലേ. ഒരു ഡിമ്മായിട്ടിരിക്കണ പോലെയാണ് എനിക്ക് ഈ സൈഡ് തോന്നിയത്. എപ്പോഴും ഞാൻ ഉണ്ടല്ലോ, ഞാൻ ഫൗണ്ടേഷൻ എടുക്കുമ്പോഴേക്കും 1 ഷെയ്ഡ് ലൈറ്റർ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുക. ഞാൻ നിങ്ങളോടും പറയും അങ്ങനെ എടുക്കാൻ. കാരണം നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നത് നമ്മളെ രസമായിട്ട് കാണിക്കാനും ഒരു ഫേസിനൊരു ഉണർവും ഫ്രഷ്നെസ്സും തോന്നിക്കാനല്ലേ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുക. പക്ഷെ നമ്മളുടെ സെയിം ഷെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്സിഡൈസ് ആവാത്ത സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സെയിം ഷെയ്ഡും അതുപോലെ ഡാർക്കർ ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ എൻ്റെയൊക്കെ സ്കിൻ മിക്കപ്പോഴും ഈ ഡസ്കി ടു ഡീപ്പ് സ്കിൻ ടോൺ ഇല്ലെങ്കിൽ മീഡിയം ഡസ്കി ഡാർക്ക് സ്കിൻ ടോൺ വരുമ്പോൾ ഓക്സിഡൈസേഷൻ കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ സെയിം ഷെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിഡൈസ് ആവും. ഈ ഫൗണ്ടേഷൻ പ്രത്യേകിച്ച് കുറച്ചധികം ഓക്സിഡൈസ് ആവുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പം ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാനൊന്നും കൂടി ഒന്ന് ഇരുന്ന് നോക്കട്ടെ. എനിക്ക് ഇനി കുറച്ച് വീഡിയോസ് കൂടി ഷൂട്ട് ചെയ്യാണ്ട് അതിന് ശേഷം ഞാൻ എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ കമന്റിൽ പിൻ ചെയ്യുകയോ ചെയ്യാട്ടോ എന്തോരം ഓക്സിഡൈസ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സൈഡ് ഇപ്പൊ തന്നെ ഇത്തിരി ഒരു ഡള്ള് ഫീലില്ലേ. ഒരു പറയണ എനിക്ക് മനസ്സിലാവുണ്ടോ? ഒരു ഡള്ളായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഈ നമ്മളുടെ കറക്റ്റ് ടോൺ ആകുമ്പോൾ അത് ഓക്സിഡൈസ് ആയി കഴിയുമ്പോഴേക്ക് ഡള്ളാവും ഈ ഡാർക്ക് കളറിലുള്ള ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിൽ. അതേസമയം നമ്മൾ ലൈറ്റ് കളറിൽ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ബ്ലഷും കോണ്ടോറും ഹൈലൈറ്റും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഒന്ന് ഓക്സിഡൈസ് ആവില്ല. അപ്പോൾ നമ്മളുടെ സ്കിൻ ടോണിലോട്ട് അത് ഓക്സിഡൈസ് ആവുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ. ഞാൻ റിവ്യൂ വീഡിയോ എന്ന് പറയുന്നില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ജസ്റ്റ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് റിവ്യൂ വീഡിയോ നമുക്ക് ഒരാഴ്ചക്കെങ്കിലും ഇത് യൂസ് ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉണ്ടല്ലോ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്വാച്ച് ഞാൻ കയ്യിൽ ചെയ്തിട്ട് ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യാം. അതിന് ശേഷം ഞാൻ വന്നിട്ട് പറയാം ഇതെന്തോ ഒരു ഓക്സിഡൈസ് ആയിട്ടുണ്ട്. നമുക്ക് അതിനടുത്ത് തന്നെ സ്വാച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ എത്ര ഇതായിട്ടുണ്ടത്. ഇതുണ്ടല്ലോ ഈ ഷെയ്ഡിനകത്ത് തീരില്ല എന്ന് എനിക്ക് തോന്നണേ. വെക്കുമ്പോൾ ഒട്ടും ഇല്ലാത്ത പോലെ ഉണ്ട്. മിനി സൈസ് ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, എവിടെ സ്വാച്ച് ചെയ്യാം? ഇത് വെച്ചിട്ട് ഡ്രസ്സിലാവും. ഇവിടെ സ്വാച്ച് ചെയ്യാം, ചെറുതായിട്ട് സ്വാച്ച് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള സ്വാച്ച്. മാക്കിയാട്ടോ ഫ്രഞ്ച് ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇതാണ് റിച്ച് ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. പക്ഷേ കയ്യിലിത് റിച്ച് ഹണി ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ട്. ഫേസിലിട്ടപ്പോഴേക്കും എനിക്ക് ഈ കളറാണ് എനിക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നിയത്. കയ്യിൽ ഈ കളറും ആദ്യമായിട്ടപ്പോൾ ഈ കളറും എനിക്ക് തോന്നിയേ. അപ്പം എൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. ഡ്രസ് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ഫൗണ്ടേഷൻ ഇരിക്കുന്നത്. എനിക്ക് സ്റ്റിൽ എനിക്ക് ഇപ്പോഴത്തെ ഷെയ്ഡാണ് ഇഷ്ടമായി. ഈ ഷെയ്ഡ് എനിക്ക് കുറച്ച് ഡള്ളായിട്ടിരിക്കണ പോലെയാണ് ഫീൽ ചെയ്ത്. ഇത് വെച്ച് നോക്കുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി ഒരു പ്രസന്നതയോടുകൂടിയും ഇത് കുറച്ചും കൂടി ഒരു ഡള്ളായിട്ടിരിക്കണ പോലെയാട്ടോ ഫീൽ ചെയ്ത്. ഇത് ഓക്സിഡൈസ് ആയിട്ടുണ്ടോ നോക്കാം. അത് ഇച്ചിരി മങ്ങിപ്പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം ഓക്സിഡൈസ് ആയിട്ടുണ്ടോയെന്ന്. ഫ്രഷ് ആയിട്ട് അടിക്കുമ്പോൾ എനിയോണ് ഇച്ചിരി ഓക്സിഡൈസ് ആയ പോലെ തന്നെയായിരിക്കും ഇരിക്കുക. എങ്കിലും നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ വരച്ചത് മാക്കിയാട്ടോ അല്ലായിരുന്നോ? മാക്കിയാട്ടോ വരയ്ക്കാം. ഇതാണ് കേട്ടോ ഫ്രഷ്ലി സ്വാച്ച് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി സ്വാച്ച് ചെയ്തിട്ടുള്ളത് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയി ഒന്ന് ഇതായി, എന്നാൽ പോലും നല്ലോണം ഓക്സിഡൈസ് ആയിട്ടുള്ള പോലെയാണ് എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യണത്. ഓക്സിഡൈസ് ആയി കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊരു ന്യൂട്രൽ ടോണിലോട്ടാണ് തോന്നുന്നു. ഓക്സിഡൈസ് ആയി കഴിയുമ്പോഴേക്കും വരണ ഒരു ഇച്ചിരി ഇത് ഇച്ചിരി ഒരു ആഷിനെസ് ഉള്ള പോലെയാണെന്ന് തോന്നുന്നു ഓക്സിഡൈസ് ആയി വന്നിട്ടുള്ളത്. ഫ്രഷ് പീസിനകത്ത് കുറച്ചൊരു വാം ടോൺ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഓവറോൾ എനിക്ക് ഫൗണ്ടേഷൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് സ്മൈൽ ലൈനിലൊക്കെ ആണെങ്കിലും ചെറുതായിട്ടുള്ള വരകൾ വന്നിട്ടുണ്ടെന്നൊഴിച്ചാൽ വേറെ കാര്യമായിട്ടുള്ള ഒരു ഇപ്പോൾ കണ്ണിൻ്റെ അടിയിൽ കണ്ണിൻ്റെ മേളിലെ പാച്ചസിലോട്ട് ഇത് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അത് പിന്നെ എല്ലാ ഫൗണ്ടേഷൻസും അങ്ങനെ ഇരിക്കാറുണ്ട്. പക്ഷെ എന്നാലും കണ്ണിൻ്റെ അടിയിലോ അങ്ങനെ ഒന്നും വലിയ കാര്യമായിട്ട്
ഇവിടെയും ചെറുതായിട്ടിതേ, പക്ഷെ എന്നാലും എടുത്തെടുത്ത് നോക്കിയെങ്കിൽ മാത്രമാണ് അവിടെയും വലിയ ഇതുള്ളൂ. ഓവറോൾ എനിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സൈഡ് ടാഗിൽ ഉണ്ടെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഫേസിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സ് ആൻഡ് ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല വീഡിയോസ് കാണുന്നവരെ ബൈ.